എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആയിട്ടുള്ള ബംഗാൾ വിഭജനവും അതുമായി ബന്ധപ്പെട്ട സ്വദേശി പ്രസ്ഥാനത്തെയും പറ്റി ഡീറ്റെയിൽ ആയി ഒന്ന് പഠിക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളിനെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി ബംഗാൾ. ബംഗാൾ വിഭജിച്ചത് എന്നാണ് 1905 ജൂലൈ 20. 1905 ജൂലൈ 20-നാണ് ബംഗാൾ വിഭജിച്ചത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ലോർഡ് കഴ്സൺ ആണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ മാസം 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയ് മിൻറ്റോ രണ്ടാമനാണ്. മിൻറ്റോ സെക്കൻഡാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയ് ആയിട്ടിരുന്നത്. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ആരായിരുന്നു? ലോർഡ് ബ്രോഡ്രിക് ആണ്. ലോർഡ് ബ്രോഡ്രിക് ആണ് ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ആയിട്ട് ചുമതലയിൽ ഉണ്ടായിരുന്നത്. ബംഗാൾ വിഭജന സമയത്ത് INCയുടെ പ്രസിഡന്റായിട്ടിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭു ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമുക്ക് ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി റിസ്ലെ ആണ്. 1904 റിസ്ലെ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള റിസ്ലെ ആണ്. വർഷം 1904. ബംഗാൾ വിഭജനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട പുതിയ പ്രവിശ്യകളാണ് ബംഗാൾ. പടിഞ്ഞാറൻ ബംഗാൾ, ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. അതിൻ്റെ തലസ്ഥാനം കൽക്കട്ടയായിരുന്നു. ബംഗാൾ വിഭജനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട പുതിയ പ്രവിശ്യകളിൽ ഒന്നാണ് ബംഗാൾ. അതിൽ പടിഞ്ഞാറൻ ബംഗാളും ഒഡീഷയും ബീഹാറും ഉൾക്കൊള്ളുന്നു. തലസ്ഥാനം കൽക്കട്ട. കിഴക്കൻ ബംഗാൾ എന്നും രണ്ടാമതുണ്ടാകുന്നു. പിന്നെ അതേപോലെ ആസാം. അതിൻ്റെ രണ്ടിൻ്റെ തലസ്ഥാനം ധാക്കയാണ് വരുന്നത്. കിഴക്കൻ ബംഗാളും ആസാമും അടങ്ങിയ പുതിയ പ്രവിശ്യയ്ക്ക് തലസ്ഥാനം ധാക്കയാണ്. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് എന്ന്? ഒക്ടോബർ 16. ബംഗാൾ മുഴുവനായും വിലാപ ദിനമായിട്ട് ആചരിച്ചത് ഒക്ടോബർ 16-നാണ്. ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായിട്ട് ഒക്ടോബർ 16-ന് രാഖി ബന്ധൻ, അതായത് രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളിൽ ഐക്യം നിലനിർത്താനായിട്ട് ഒക്ടോബർ 16-ന് രാഖി ബന്ധൻ, രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച ഒരു കവിതയാണ് അമർ സോനാർ ബംഗ്ല. അമർ സോനാർ ബംഗ്ല എന്ന കവിത രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജന സമയത്ത് രചിച്ച ഒരു കവിതയാണ്. നിലവിൽ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ് അമർ സോനാർ ബംഗ്ല. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ് അമർ സോനാർ ബംഗ്ല. ബംഗാൾ വിഭജനത്തിനെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ പതിച്ച ബോംബ് ഷെൽ എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ പതിച്ച ബോംബ് ഷെൽ എന്ന് വിശേഷിപ്പിച്ചത്. സുരേന്ദ്രനാഥ ബാനർജി. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനാണ്. ഹാർഡിഞ്ച് സെക്കൻഡാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ്. ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് ചുമതലയിലുണ്ടായിരുന്നത് BN ധർ.
BN ധർ ആയിരുന്നു ബംഗാൾ വിഭജനം റദ്ദാക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നത്. ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ വാചകമാണ് ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെ പറ്റി പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ബംഗാൾ വിഭജനത്തെ പറ്റി ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജി ആണ്. അടുത്തതായി, ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും അവരുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് എതിരെയുണ്ടായ സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം ആരുടേതാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഒന്നും കൂടെ പറയാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാകില്ല എന്ന് ബംഗാൾ വിഭജനത്തിന് എതിരെയുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം ആരുടേതാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായിട്ടുള്ള രണ്ട് അറകൾ ആണിത്. ഈ അറകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതും രവീന്ദ്രനാഥ ടാഗോറാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതുമായിട്ടുള്ള രണ്ട് അറകൾ ആണിത്. ഈ അറകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരയിലൂടെ ഒഴുകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ. അടുത്തതായി, സ്വദേശി പ്രസ്ഥാനത്തെ പറ്റി നോക്കാം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തിനെ തുടർന്ന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ വെച്ചാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ ചേർന്ന ഒരു പൊതുയോഗത്തിൽ വെച്ചിട്ടാണ്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് വന്ദേമാതരം പ്രസ്ഥാനം എന്നാണ്. സ്വദേശി പ്രസ്ഥാനത്തെ അറിയപ്പെട്ട മറ്റൊരു പേര് വന്ദേമാതരം പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ബംഗാൾ വിഭജനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബംഗാൾ വിഭജനത്തെ തുടർന്നിട്ടാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം എന്നറിയപ്പെടുന്നത് ചർക്കയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം ചർക്ക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗാനം എന്നറിയപ്പെടുന്നത് വന്ദേമാതരമാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗാനമാണ് വന്ദേമാതരം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയാണ്? വന്ദേമാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ. വന്ദേമാതരം, അമൃത ബസാർ പത്രിക, ദ സ്റ്റേറ്റ്സ്മാൻ, യുഗാന്തർ തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തിയ ആദ്യകാല നേതാക്കന്മാരാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്ര ദത്തും. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തിയ ആദ്യകാല നേതാക്കന്മാരിൽ ചിലരാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ,
രമേശ് ചന്ദ്ര ദത്തും. ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ആശയമാണ് സ്വദേശീവൽക്കരണം. ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി നേതാക്കന്മാർ മുന്നോട്ട് വെച്ചത് സ്വദേശീവൽക്കരണം എന്ന ആശയം ആണ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം മുഴക്കിയത് കൃഷ്ണകുമാർ മിത്രയാണ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം മുഴക്കിയത് കൃഷ്ണകുമാർ മിത്ര. സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ നോക്കാം. പഞ്ചാബിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് ലാലാ ലജ്പത് റായ് ആയിരുന്നു. ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസയാണ് ഡൽഹിയിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവായി ഉണ്ടായിരുന്നത്. മദ്രാസിൽ വി.ഒ. ചിദംബരം പിള്ളയും ആന്ധ്രയിൽ ഹരി സർവോത്തമ റാവു ആണ് ആന്ധ്രയിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവ്. മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവായി ഉണ്ടായിരുന്നത്. പഞ്ചാബിൽ ലാലാ ലജ്പത് റായ്, ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ, മദ്രാസിൽ വി.ഒ. ചിദംബരം പിള്ള, ആന്ധ്രയിൽ ഹരി സർവോത്തമ റാവു, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകുമാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായി ഉണ്ടായിരുന്നത്. വിദേശ വസ്തു ബഹിഷ്കരണത്തിന്റെ ആഹ്വാനം പ്രത്യക്ഷപ്പെട്ട കൃഷ്ണകുമാർ മിത്രയുടെ മാസിക സഞ്ജീവിനി മാസികയാണ്. വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം പ്രത്യക്ഷപ്പെട്ട കൃഷ്ണകുമാർ മിത്രയുടെ മാസികയാണ് സഞ്ജീവനി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണ സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണ സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശീവൽക്കരിക്കുന്നതിനായിട്ട് അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ഏതാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. അതെന്തിനാണ്? ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശീവൽക്കരിക്കാനായിട്ട് അബനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് ബംഗാളിൽ സ്ഥാപിക്കപ്പെട്ട നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ ആരായിരുന്നു? അരബിന്ദോ ഘോഷ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് ബംഗാളിൽ സ്ഥാപിക്കപ്പെട്ട നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു അരബിന്ദോ ഘോഷ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യ പദ്ധതിക്ക് രൂപം നൽകിയത് സതീഷ് ചന്ദ്ര മുഖർജിയാണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ദേശീയ പാഠ്യപദ്ധതി രൂപം നൽകിയത്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർസ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ അഥവാ PC റേ ആണ്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർസ് എന്ന പേരിൽ ഒരു ഔഷധ കമ്പനി ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ അഥവാ PC റേ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് CR ദാസ് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് സ്വദേശി മണ്ഡലി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് CR ദാസ് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് സ്വദേശി മണ്ഡലി. സ്വദേശി മിത്രൻ എന്ന പത്രം സ്ഥാപിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ ആണ്. സ്വദേശി മിത്രൻ എന്ന പത്രം സ്ഥാപിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. നാഷണൽ സോപ്പ് ഫാക്ടറി ആരംഭിച്ചത് നീൽ രത്തൻ സർക്കാർ ആണ്. നാഷണൽ സോപ്പ് ഫാക്ടറി ആരംഭിച്ചത് നീൽ രത്തൻ സർക്കാർ. സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതി എന്ന സംഘടനയാണ് സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടന സ്വദേശി ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വനി കുമാർ ദത്ത്. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാണ്? അശ്വനി കുമാർ ദത്ത്.
സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിക്കപ്പെട്ടത് ബരിസാളിൽ ആണ്. ഇപ്പോൾ ഉള്ള ബംഗ്ലാദേശിൽ ഉള്ള ബരിസാളിൽ എന്ന സ്ഥലത്താണ് സ്വദേശി ബാന്ധവ് സമിതി സ്ഥാപിക്കപ്പെട്ടത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടക രൂപമാണ് ജാത്ര. ജാത്ര എന്ന നാടക രൂപം ഉപയോഗിച്ചിട്ടാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇതൊരു പരമ്പരാഗത നാടക രൂപമാണ് ജാത്ര. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഭാരത് മാതാ എന്ന വിഖ്യാത ചിത്രം വരച്ച ചിത്രകാരൻ ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഭാരതമാത എന്ന വിഖ്യാത ചിത്രം വരച്ച ചിത്രകാരൻ അബനീന്ദ്രനാഥ ടാഗോർ. സ്വതന്ത്ര സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ. ശ്യാംജി കൃഷ്ണവർമ്മയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി.ഒ. ചിദംബരം പിള്ളയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി.ഒ. ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906 ആണ്. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടിയിലാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം ഉള്ളത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി.ഒ. ചിദംബരം പിള്ളയാണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് വി.ഒ. ചിദംബരം പിള്ള. ചിദംബരം പിള്ളയുടെ കപ്പലുകൾ സർവീസ് നടത്തിയിരുന്നത് തൂത്തുക്കുടിക്കും കൊളംബോയ്ക്കും ഇടയിൽ ആണ്. തൂത്തുക്കുടിക്കും കൊളംബോയ്ക്കും ഇടയിലാണ് ചിദംബരം പിള്ളയുടെ കപ്പലുകൾ സർവീസ് നടത്തിയിരുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നതും വി.ഒ. ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 7 2015 മുതലാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായിട്ട് ഓഗസ്റ്റ് 7 ആഘോഷിച്ചു തുടങ്ങിയത്. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ആഗസ്റ്റ് 7 ആഘോഷിക്കാൻ തുടങ്ങിയത്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെ പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യമായി ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ 1866 മുതൽ 1915 വരെയായിരുന്നു ജീവിച്ചിരുന്നത്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ച വ്യക്തി മഹാത്മാഗാന്ധിയാണ്. രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധി. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെ. ഗോഖലെ കോൺഗ്രസിൽ അംഗമായ വർഷം 1889. ഗോഖലെ കോൺഗ്രസിൽ അംഗമായ വർഷം 1889. ഗോഖലെ പ്രസിഡന്റായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം 1905 നടന്ന ബനാറസ് സമ്മേളനത്തിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിഡന്റായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. ബനാറസ് സമ്മേളനം 1905.
കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിൽ മിതവാദിയുടെ നേതാവായിട്ടുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് 1905. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1905 ബാലഗംഗാധര തിലക് ഗോഖലെയെ വിശേഷിപ്പിച്ചത് എന്താണ്? മഹാരാഷ്ട്രയുടെ രത്നമെന്നും അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നും ഇന്ത്യയുടെ വജ്രം എന്നും അറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. തുടങ്ങിയ വചനങ്ങളാൽ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക് ഗോഖലെയെ വിശേഷിപ്പിച്ചത് എന്തൊക്കെയാണ്? മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ, ഇന്ത്യയുടെ വജ്രം. ക്ഷീണഹൃദയനായിട്ടുള്ള മിതവാദി എന്ന് തീവ്ര ദേശീയവാദികൾ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയെ ആണ്. ക്ഷീണഹൃദയനായിട്ടുള്ള മിതവാദി എന്ന് തീവ്ര ദേശീയവാദികൾ വിശേഷിപ്പിച്ചത് ഗോഖലെയെ. വേഷപ്രച്ഛന്നനായിട്ടുള്ള രാജ്യദ്രോഹി വേഷപ്രച്ഛന്നനായിട്ടുള്ള രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. വേഷപ്രച്ഛന്നനായിട്ടുള്ള രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയെ. ഗംഗയെ പോലെ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. ഗംഗയെ പോലെ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു ആണ്. അസാധാരണ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് കഴ്സൺ പ്രഭുവിനെ തിരിച്ച് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ ആണ്. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഗോഖലെ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് സുധാരക്, നേഷൻ, ഹിതവാദ, ജ്ഞാനപ്രകാശ്. സുധാരകും നേഷൻ, ഹിതവാദ, ജ്ഞാനപ്രകാശ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആരംഭിച്ചത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തി. മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ചതും മുഹമ്മദ് അലി ജിന്നയാണ്. മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. അടുത്തതായി അരബിന്ദ ഘോഷിനെ കുറിച്ച് നോക്കാം. 1872 മുതൽ 1950 വരെയാണ് അരബിന്ദ ഘോഷ് കാലഘട്ടം. ഓഗസ്റ്റ് 15 ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവാണ് അരബിന്ദ ഘോഷ്. 1872 ഓഗസ്റ്റ് 15 അരബിന്ദ ഘോഷ് ജനിച്ചത്. ഓഗസ്റ്റ് 15 ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവ് അരബിന്ദ ഘോഷാണ്. ലണ്ടനിലെ വിദ്യാഭ്യാസ കാലത്ത് അരബിന്ദ ഘോഷ് പ്രവർത്തിച്ച രഹസ്യ വിദ്യാർത്ഥി സംഘടനകൾ ആണ് ഇന്ത്യൻ മജ്ലിസ്, ലോട്ടസ് ആൻഡ് ഡാഗർ. താമരയും കട്ടാരയും എന്നറിയപ്പെടുന്ന ലോട്ടസ് ആൻഡ് ഡാഗറും ഇന്ത്യൻ മജ്ലിസ് തുടങ്ങിയ രഹസ്യ വിദ്യാർത്ഥി സംഘടനയിൽ ലണ്ടനിൽ വെച്ച് വിദ്യാഭ്യാസ കാലത്ത് അരബിന്ദ ഘോഷ് പ്രവർത്തിച്ചിരുന്നു. കോൺഗ്രസിലെ മിതവാദികളെ വിമർശിച്ചുകൊണ്ട് അരബിന്ദ ഘോഷ് എഴുതിയ ലേഖന പരമ്പരയാണ് ന്യൂ ലാമ്പ് ഫോർ ദ ഓൾഡ്. ന്യൂ ലാമ്പ് ഫോർ ദ ഓൾഡ് എന്ന ലേഖനം എഴുതിയത് ആരാണ്? അരബിന്ദ ഘോഷാണ്. കോൺഗ്രസിലെ മിതവാദികളെ വിമർശിച്ചുകൊണ്ട് അരബിന്ദ ഘോഷ് എഴുതിയ ലേഖനത്തിന്റെ പരമ്പരയാണ് ന്യൂ ലാമ്പ് ഫോർ ദ ഓൾഡ്. കോൺഗ്രസിനെ യാചക പ്രസ്ഥാപനം. കോൺഗ്രസിനെ യാചക സ്ഥാപനം, ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിശേഷിപ്പിച്ചത് അരബിന്ദ ഘോഷാണ്. കോൺഗ്രസിനെ യാചക സ്ഥാപനം, ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിശേഷിപ്പിച്ചത് അരബിന്ദ ഘോഷ്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് അരബിന്ദ ഘോഷ്.
വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദ ഘോഷ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ബംഗാൾ നാഷണൽ കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആയിരുന്നതും അരബിന്ദ ഘോഷായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ബംഗാൾ നാഷണൽ കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ അരബിന്ദ ഘോഷ്. 1908 അലിപ്പൂർ ഗൂഢാലോചന കേസിൽ അരവിന്ദ ഘോഷിന് വേണ്ടി വാദിച്ച വക്കീലാണ് ചിത്തരഞ്ജൻ ദാസ്. 1908 നടന്ന ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ അരവിന്ദ ഘോഷിന് വേണ്ടി വാദിച്ച വക്കീൽ ചിത്തരഞ്ജൻ ദാസ്. കെ എം മുൻഷിയുടെ രാഷ്ട്രീയ ഗുരുവാണ് അരബിന്ദ ഘോഷ്. കെ എം മുൻഷിയുടെ രാഷ്ട്രീയ ഗുരുവാണ് അരബിന്ദ ഘോഷ്. സഹന സമര ദർശനം ആവിഷ്കരിച്ച വ്യക്തിയാണ് അരബിന്ദ ഘോഷ്. സഹന സമര ദർശനം ആവിഷ്കരിച്ച വ്യക്തി അരബിന്ദ ഘോഷാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമെന്നും പ്രഖ്യാപിച്ചതും അരബിന്ദ ഘോഷാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ച വ്യക്തി അരബിന്ദ ഘോഷ്. അരബിന്ദ ഘോഷ് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ച് സന്യാസിയായ വർഷം 1910. അരബിന്ദ ഘോഷ് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ച് സന്യാസിയായിട്ടുള്ള വർഷം 1910 അരബിന്ദ ഘോഷ് ആരംഭിച്ച ഇംഗ്ലീഷ് വാരികയാണ് കർമ്മയോഗി. അരബിന്ദ ഘോഷ് ആരംഭിച്ച ഇംഗ്ലീഷ് വാരിക കർമ്മയോഗി. അരബിന്ദ ഘോഷ് ആരംഭിച്ച ബംഗാളി വാരിക ധർമ്മ. അരബിന്ദ ഘോഷിന്റെ ഇംഗ്ലീഷ് വാരിക കർമ്മയോഗി. അരബിന്ദ ഘോഷ് ആരംഭിച്ച ബംഗാളി വാരികയാണ് ധർമ്മ. അരവിന്ദ ഘോഷിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നോക്കാം. ദ ലൈഫ് ഡിവൈൻ, ദ മദർ, സാവിത്രി, ദ സീക്രട്ട് ഓഫ് വേദ, എസ്സേസ് ഓൺ ഗീത, സിന്തസിസ് ഓഫ് യോഗ. ദ ലൈഫ് ഡിവൈൻ, ദ മദർ, സാവിത്രി, ദ സീക്രട്ട് ഓഫ് വേദ, എസ്സേസ് ഓൺ ഗീത, സിന്തസിസ് ഓഫ് യോഗ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് അരബിന്ദ ഘോഷ് ആണ്. അരബിന്ദ ഘോഷ് അരബിന്ദോ ആശ്രമം സ്ഥാപിച്ചത് പോണ്ടിച്ചേരിയിലാണ്. അരബിന്ദ ഘോഷ് അരബിന്ദോ ആശ്രമം സ്ഥാപിച്ചത് പോണ്ടിച്ചേരിയിൽ. അരബിന്ദ ഘോഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയാണ് മീര റിച്ചാർഡ്. അരബിന്ദ ഘോഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യ മീര റിച്ചാർഡാണ്. അരബിന്ദോ ആശ്രമത്തിലെ അമ്മ എന്നറിയപ്പെട്ടിരുന്നത് മീര റിച്ചാർഡ് ആണ്. മീര റിച്ചാർഡിനെയാണ് അരബിന്ദോ ആശ്രമത്തിലെ അമ്മ എന്നും അറിയപ്പെട്ടിരുന്നത്. അടുത്തതായി ബിപിൻ ചന്ദ്രപാലിനെ കുറിച്ച് നോക്കാം. 1858 മുതൽ 1932 വരെയാണ് ബിപിൻ ചന്ദ്രപാൽ ജീവിച്ചിരുന്നത്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ കടുവ എന്നറിയപ്പെട്ടത് ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെട്ടത് ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാൽ ആരംഭിച്ച ബംഗാളി പ്രസിദ്ധീകരണങ്ങളാണ് ആശ, കൗമുദി. ബിപിൻ ചന്ദ്രപാൽ ആരംഭിച്ച ബംഗാളി പ്രസിദ്ധീകരണങ്ങളാണ് ആശയും കൗമുദിയും. ബിപിൻ ചന്ദ്രപാൽ ആരംഭിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളാണ് സ്വരാജും ന്യൂ ഇന്ത്യയും. സ്വരാജ്, ന്യൂ ഇന്ത്യ എന്നീ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാലിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് സോൾ ഓഫ് ഇന്ത്യ. ബിപിൻ ചന്ദ്രപാലിന്റെ പ്രശസ്തമായ പുസ്തകമാണ് സോൾ ഓഫ് ഇന്ത്യ. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെ നമ്മൾ നോക്കി. സ്വദേശി പ്രസ്ഥാനത്തെ പറ്റി നല്ല ഡീറ്റെയിൽ ആയി നോക്കിയിട്ടുണ്ട്. അതേപോലെ ബംഗാൾ വിഭജനത്തെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കിനി വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സും ഒക്കെ എന്നെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തി അറിയിച്ചാൽ ആ ടോപ്പിക്സ് ഞാൻ ഉടൻ തന്നെ വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. കൂടുതൽ PSC റിലേറ്റഡ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.